സർവകലാശാലയിൽ രജിസ്ട്രാർ KS അനിൽകുമാർ ചുമതല ഏറ്റെടുത്തു. സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. വൈകുന്നേരം 4:30 യൂണിവേഴ്സിറ്റിയിലെത്തി ചുമതല ഏറ്റെടുത്തത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, രാവിലെ ചേർന്ന യോഗത്തിൽ സസ്പെൻഷൻ റദ്ദാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ തിരികെ ചുമതലയേൽക്കൽ? അപ്പോൾ കോടതിയിൽ നടക്കുന്ന കേസിന്റെ കാര്യത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്? സുജയ, ഇതിൽ രണ്ടും കൽപ്പിച്ച് സിൻഡിക്കേറ്റ് ചാൻസലറെയും വൈസ് ചാൻസലറെയും വെല്ലുവിളിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. കാരണം അസാധാരണ നടപടിയാണ്. ഞായറാഴ്ച ദിവസം സിൻഡിക്കേറ്റിന്റെ കർശന നിർദ്ദേശപ്രകാരം ഡോക്ടർ KS അനിൽകുമാർ രജിസ്ട്രാർ സ്ഥാനത്തേക്ക് ചുമതല ഏറ്റെടുക്കാൻ എത്തിയിരിക്കുന്നു. അതിൽ സിൻഡിക്കേറ്റിന്റെ വാദം ഇങ്ങനെയാണ്. അതായത് ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗം പരിശോധിച്ചത് വൈസ് ചാൻസലറുടെ നടപടി ശരിയാണോ തെറ്റാണോ എന്നതായിരുന്നു. സിൻഡിക്കേറ്റ് യോഗമാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള അതോറിറ്റി. അതുകൊണ്ട് തന്നെ യോഗം ഈ വിഷയം പരിശോധിച്ചപ്പോൾ വൈസ് ചാൻസലർ ഇല്ലാത്ത അധികാരം ഉപയോഗിച്ച് രജിസ്ട്രാർ ആയിട്ടുള്ള ഡോക്ടർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു. അദ്ദേഹം നിയമപ്രകാരം മാത്രമുള്ള നടപടിക്രമങ്ങളാണ് പിന്തുടർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമം പാലിക്കാൻ ശ്രമിച്ച് അദ്ദേഹത്തിനെ ബലിയാടാക്കുന്ന, വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്കായിരുന്നു വൈസ് ചാൻസലറുടെ ഇടപെടൽ എന്ന് സിൻഡിക്കേറ്റ് യോഗം വിലയിരുത്തുകയും ആ സസ്പെൻഷൻ നടപടി പിൻവലിക്കുകയുമായിരുന്നു. തുടർന്ന് ഇന്ന് വൈകുന്നേരം 4:30 അദ്ദേഹത്തിനോട് സർവകലാശാല ആസ്ഥാനത്തെത്തി ചുമതലയിൽ തിരികെ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ടു. അതുപ്രകാരം അദ്ദേഹം സിൻഡിക്കേറ്റിന്റെ നിർദ്ദേശപ്രകാരം ചുമതലയിൽ തിരികെ പ്രവേശിച്ചിട്ടുണ്ട്. ഈ ചുമതലയിൽ തിരികെ പ്രവേശിച്ച കാര്യം അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ടാകും നാളെ സർവകലാശാലയുടേതായി സിൻഡിക്കേറ്റിന്റെ സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഓക്കെ, ഗോപാൽ ശീലാസനലാണ് വിവരങ്ങൾ നൽകിയത്.